ദിവസവും 500-ലേറെ പേർക്ക് സ്നേഹത്തിന്റെ ഇഫ്താർ വിരുന്നൊരുക്കുകയാണ് വളാഞ്ചേരി കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ്. പ്രദേശത്തെ യുവാക്കളുടെ ഉൾപ്പെടെ പിന്തുണയോടെയാണ് ഇഫ്താർ വിരുന്ന് നടന്നു വരുന്നത്. മസ്ജിദ് മുറ്റത്ത് 500-ലധികം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം. അസർ നമസ്കാരം കഴിഞ്ഞാൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവാക്കളും നാട്ടുകാരും നോമ്പുതുറ ഒരുക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കും. ഈത്തപ്പഴം, പലതരം പഴങ്ങൾ, പലഹാരങ്ങൾ, നാരങ്ങ വെള്ളം തുടങ്ങിയ വിഭവങ്ങൾ നോമ്പുതുറയ്ക്കായി ഒരുക്കും. യാത്രക്കാർ, നാട്ടുകാർ, കടകളിൽ തൊഴിൽ ചെയ്യുന്നവർ, ഹോസ്റ്റലിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് നോമ്പ് തുറക്കാൻ എത്തുക. സ്ത്രീകൾക്കും സൗകര്യമുണ്ട്. നോമ്പ് തുറയും നമസ്കാരവും കഴിഞ്ഞാൽ എല്ലാവർക്കും ബിരിയാണിയും നൽകും. 1-ാം നോമ്പ് മുതൽ ആരംഭിച്ചതാണ് നോമ്പുതുറ. തുടക്കത്തിൽ 250 പേർക്കായാണ് ആരംഭിച്ചത്. ഇപ്പോൾ 500-ലധികം പേർ ഇഫ്താർ വിരുന്നിൽ എത്താറുണ്ടെന്ന് മഹല്ല് കമ്മിറ്റി അധ്യക്ഷൻ TP അബൂബക്കർ പറഞ്ഞു. പഴയകാലം മുതലല്ല ഇവിടെ ഒരു നോമ്പുതുറ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ പള്ളിയും വലുതായി, സൗകര്യങ്ങളൊക്കെ കൂടി. അപ്പോൾ നോമ്പുതുറ അതേപോലെ തന്നെ അതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തുടങ്ങുമ്പോൾ ഒരു 200 ആളെ 250 ആളെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അതിപ്പോൾ 450-500 ആളായിട്ട് കൂടിയിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെയാണെങ്കിൽ അത് ഇനിയും 10-50 ആൾ വെച്ചിട്ട് ദിവസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടുകാരെല്ലാം കൂടി ഒരുക്കുന്നുണ്ട്. ഇതിന് പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ വളരെ സജീവമായിട്ട് രംഗത്തുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് നോമ്പ് അവസാനിക്കുന്നവരെ നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നതന്നെയാണ്. ഓരോ ദിവസവും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ലെന്ന് ഭാരവാഹികളായ ഹബീബ് റഹ്മാൻ പറമ്പയിൽ, ഈസ നമ്പ്രത്ത് എന്നിവർ പറഞ്ഞു. കൂട്ടായ്മയുടെ ലക്ഷണം കാര്യം നമ്മുടെ നാട്ടിലെ കോട്ടപ്പുറം മഹലിലെ എല്ലാവരും ഒരുമിച്ച് കൂടി ഈ വരുന്ന യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന, അതുപോലെ തന്നെ നോമ്പ് തുറക്കാൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന വലിയ മഹത്തായ ഒരു കാര്യമാണ് കോട്ടപ്പുറം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ആരോടും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1-2 വ്യക്തികൾ കൂടുതലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പഴയ കാലഘട്ടത്തിൽ മുതൽ കഞ്ഞി വെച്ച് വിളമ്പിയിരുന്ന ഒരു കാലഘട്ടത്തിൽ, പട്ടിണിയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. നമ്മളിപ്പോൾ എല്ലാ സൗകര്യങ്ങളൊക്കെ ആയി പള്ളി വിപുലീകരിച്ചു. കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ നിസ്കരിക്കാനുള്ള സൗകര്യം എത്തി. അതോടൊപ്പം തന്നെ യാത്രക്കാർ പരിഗണിക്കുക, അതുപോലെ തന്നെ ജോലിക്കാർ ആയിട്ട് ഒരുപാട് കടകളിൽ നിൽക്കുന്ന ജോലിക്കാരുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾ അവർക്കൊക്കെ ഒരുക്കുക എന്നുള്ള ഈ കൂട്ടായ്മയുടെ മഹല്ല് കമ്മിറ്റിയുടെ കീഴിലുള്ള ഫുഡ് കമ്മിറ്റി ഇതിനായി പ്രത്യേകം തയ്യാറാക്കുകയും അവരുടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇന്ന് 500 ആളുകൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാർ ഒരു 19 ആൾ ഇതിനായി സന്നദ്ധരായിട്ട് ഫുൾ ടൈം 4 മണി മുതൽ ഇനി നോമ്പ് തുറക്കുന്നവരെ നിങ്ങൾക്ക് കാണാം. വളരെ സജീവമായി ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മഹല്ല് കമ്മിറ്റി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ വേണം. നമ്മുടെ പള്ളിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിനൊക്കെ ചെയ്യുക എന്നുള്ള, പരമാവധി ചെയ്യുക എന്നുള്ളതാണ് കമ്മിറ്റിയുടെ അഭിപ്രായം. പ്രവർത്തനങ്ങളൊക്കെ അതിൽ നല്ലവരായ നാട്ടുകാരാണ് ഞങ്ങൾക്ക് എന്നും കൈത്താങ്ങായി നിന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.